Good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസർവേഷൻ ലോസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൺസർവേഷൻ ലോസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ, ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ ആൻഡ് എനർജി കൺസർവേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് കൺസർവേഷൻ ലോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്പേസിൻ്റെ ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ് leads to law of conservation of linear momentum. Then rotational invariance of space leads to law of conservation of angular momentum. And finally, homogeneity of time leads to law of conservation of energy. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ് ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്തു അല്ലേ. ഇനി ഇന്ന് റൊട്ടേഷണൽ ഇൻവേരിയൻസ് ഓഫ് സ്പേസ് ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, എങ്ങനെയാണ് ഒരു സ്പേസിൻ്റെ റൊട്ടേഷണൽ ഇൻവേരിയൻസ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെഫറൻസ് ഫ്രെയിം അല്ലേ. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു സ്പേസിലുള്ള അതിൻ്റെ അകത്ത് ഒറിജിൻ ഒറിജിൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് ദി ഫ്രെയിം ഓഫ് റെഫറൻസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോമോജനിറ്റി ഓഫ് സ്പേസ്, യൂണിഫോമിറ്റി ഓഫ് സ്പേസ് പറയാൻ വേണ്ടിയിട്ട് ഇതിന് പാരലൽ ആയിട്ടുള്ള വേറെ ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇന്ന് നമ്മൾ എടുക്കുന്നത് റൊട്ടേഷണൽ ഇൻവേരിയൻസ് ആണ്. അപ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് എക്സ് ഡാഷ്, y dash, z dash. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് സോളിഡ് ഒമേഗ ആംഗിളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് എന്ന് പറയുന്ന ഒരു പുതിയ കോർഡിനേറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒമേഗ ആംഗിൾ റൊട്ടേഷന് ശേഷം ഉണ്ടായൊരു പുതിയ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് റൊട്ടേഷണൽ ഇൻവേരിയൻസ് എങ്ങനെ പറയാം? ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു ഈ സ്പേസ് റൊട്ടേറ്റ് ചെയ്താലും ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് അല്ലെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റ്സ് ചേഞ്ച് ചെയ്താലും ഈ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ ഇൻട്രാക്ഷന് ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു കോർഡിനേറ്റ്സ് R1 ആൻഡ് R2 അത് ഒറിജിനൽ പൊസിഷനിലുള്ളത് വിച്ച് ഈസ് ഈക്വൽ ടു ആഫ്റ്റർ റൊട്ടേഷൻ ഒമേഗ ആംഗിൾ റൊട്ടേഷന് ശേഷവും അതിൻ്റെ ഇൻട്രാക്ഷൻ ഒമേഗ R1 ഒമേഗ R2 എന്നുള്ളതായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ ആംഗിൾ റൊട്ടേഷന് ശേഷം ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് യു എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻ കോർഡിനേറ്റ്സ്, അതായത് R1 മൈനസ് R2വിനാണ് ഇത് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് പൊട്ടൻഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ആർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ മൈനസ് ഡോ യു ബൈ ഡോ R1 ആർ വെക്ടർ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 അതാണ് നമ്മൾ എഴുതിയത്. അതായത് സെക്കൻഡ് നമ്മൾ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് R1, ഇത് R2 ഡിസ്റ്റൻസ് ആണെങ്കിൽ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ യു ബൈ ഡോ R1 ആർ വെക്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഡോ യു ബൈ ഡോ R1 എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ യു ബൈ ഡോ ആർ എന്താണ്? ഡോ ആർ ബൈ ഡോ R1 ആർ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ആർ എന്ന് പറയുമ്പം ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ R1. ഇവിടെ നമുക്ക് ആർ എന്ന് പറയുന്നത് R1 മൈനസ് R2 എന്നുള്ളതിനെ R1 മൈനസ് R2 എന്നുള്ളതിനെ നമുക്ക് R എന്ന് വിളിക്കാം. ഇവിടെ പൊട്ടൻഷ്യൽ പ്രൊപ്പോർഷണൽ ടു R1 മൈനസ് R2 എന്നുള്ള മീനിങ്ങേ ഉള്ളൂ കേട്ടോ. ദെൻ R1 മൈനസ് R2വിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? R എന്ന് വിളിച്ചാൽ നമുക്ക് ഡോ ആർ ബൈ ഡോ R1 എന്തായി? 1. ദെൻ ഡോ ആർ ബൈ ഡോ R2 എന്ന് പറയുന്നത് -1. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് 1 R1 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ആർ വെക്ടർ ആൻഡ് ഓക്കെ, ദെൻ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 എന്ന് പറയുന്നത് മൈനസ് ഡോ യു ബൈ ഡോ ആർ വെക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഇവിടെ R1
വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 അത് നമുക്ക് എങ്ങനെ കിട്ടാം? മൈനസ് ഡോ യു ബൈ ഡോ ആർ 2r. Okay, that is equal to minus dou u by dou r into dou r by dou r2. Dou r by dou r2 എന്താണ് വരിക? Dou r by dou r2 equal to -1. That is minus dou u by dou r minus 1 equal to dou u by dou r r vector. Okay. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓൺ 2 ഡ്യൂ ടു 1ഉം എഫ് ഓൺ 1 ഡ്യൂ ടു 2ഉം കണ്ടുപിടിച്ചു അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ മൊമെന്റം കൺസർവേഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 അല്ലേ? ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. ശരിയാണോ? ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ മൈനസ് സൈൻ ഇല്ല. അപ്പോൾ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ എന്ത് പറയാം നമുക്ക്? ദിസ് ഒബേ ലോ ഓഫ് കൺസർവേഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തേർഡ് ലോ ഓഫ് മോഷൻ ഒബേ ചെയ്യുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ആൻഡ് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 ഒബേസ് തേർഡ് ലോ ഓഫ് മോഷൻ. അങ്ങനെ നമ്മൾ റൊട്ടേഷണൽ ഇൻവേരിയൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് ഒബേ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പ്രൂവ് ചെയ്തു. തേർഡ് ലോ ഓഫ് മോഷൻ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് പറയാം? അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് റൊട്ടേഷണൽ ഇൻവേരിയൻസ്. ആ സ്പേസ് ഓർ സ്പേസ് റൊട്ടേറ്റ് ചെയ്താലും ഒമേഗ ആംഗിളിൽ സ്പേസ് റൊട്ടേറ്റ് ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇൻട്രാക്ഷൻ എന്തായിരിക്കും? ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് റിമെയിൻസ് ദ സെയിം. അതായത് നമുക്കിതിനെ മാത്തമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ടോർക്ക് ടോ ഓൺ ദ പാർട്ടിക്കിൾ. ടോർക്ക് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സ്, അതായത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്കാണ് അല്ലേ? ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആർ ക്രോസ് എഫ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ക്രോസ് ആർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോർക്ക് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ഓഫ് ആർ. അപ്പോൾ എഫ് ഇതിൻ്റെ അകത്തൊരു ആർ ക്യാപ്പ് കൂടെ കൊടുത്താൽ എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്രോസ് ആർ, ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ ടോർക്ക് 0 ആണ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? ഡി എൽ ബൈ ഡി ടി. ഇപ്പോൾ ടോർക്ക് 0 എന്ന് പറഞ്ഞാൽ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് ഇതാണ് ശരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നമുക്ക് തേർഡ് ലോയിൽ നിന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ലീനിയർ മൊമെന്റം കൺസർവേഷന്റെ സമയത്ത് നമ്മൾ പ്രൂവ് ചെയ്തതാണ് തേർഡ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രൂവ് ചെയ്തു റൊട്ടേഷണൽ ഇൻവേരിയൻസ് തേർഡ് ലോയിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ റൊട്ടേഷണൽ ഇൻവേരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? റൊട്ടേഷണൽ ഇൻവേരിയൻസ് ഓഫ് സ്പേസ് ലീഡ്സ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇതാണ് ബേസിക്കലി ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ. ടോർക്ക് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഹോമോജനിറ്റി ഓഫ് ടൈം ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അടുത്തത് ഹോമോജനിറ്റി ഓഫ് സ്പേസ് ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഹോമോജനിറ്റി ഓഫ് ടൈം ആൻഡ് law of conservation of energy. Homogeneity of time and law of conservation of energy. എനർജി കൺസർവേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലേ? അതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സ്പേസിൻ്റെ ടേംസിൽ ഹോമോജനിറ്റി ഓഫ് ടൈമിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം കൺസർവേഷൻ, റൊട്ടേഷനും സ്പേസിൻ്റെ ഇൻവേരിയൻസും പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ടൈം ഹോമോജീനിയസ് ആണെങ്കിൽ അത് കൺസർവേഷൻ ഓഫ് എനർജിയിലേക്ക് ലീഡ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ നമുക്കറിയാം ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം. ശരിക്കും എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ് അല്ലേ? അതായത് ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സാധാരണ ഏതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എനർജി? ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത്
ടോട്ടൽ എനർജി ഇ, പൊട്ടൻഷ്യൽ എനർജി യു പ്ലസ് കൈനറ്റിക് എനർജി ടി. യു ആൻഡ് കൈനറ്റിക് എനർജി ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് യു പ്ലസ് ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് യുവും ടിയും, അതായത് ഹോമോജനിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ചേഞ്ച് ഓഫ് ടൈം, ടൈം ഫ്ലോസ് യൂണിഫോംലി, അതായത് ടൈമിന് എന്തില്ല, ചേഞ്ച് ഇല്ല, അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞത് എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയും എക്സ്പ്രഷൻ നമുക്കറിയാം, അതെന്താണ്, G(m1m2) ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആർ വെക്ടർ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടും ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ ആണ്. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കറിയാം ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ആർ ആണ്. അതായത് യു ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടൈം ഫാക്ടർ വരുന്നേ ഇല്ല പൊട്ടൻഷ്യലിൻ്റെ കേസിൽ. അപ്പോൾ പകരം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ആർ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്തെഴുതാം, പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിപ്പെൻഡൻസ്, അതായത് ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ടൈമിൻ്റെ ചേഞ്ച് പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു 0. അതായത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല മീൻസ് ടൈം എന്ന് പറയുന്നത് യൂണിഫോം ഫ്ലോ ആയിരിക്കണം ടൈമിനെന്ന്. അതായത് ടൈം ചേഞ്ചിനനുസരിച്ച് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഡോ യു ബൈ ഡി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, പക്ഷേ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഇ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് ടി. അത് നമുക്കറിയാം അല്ലെ. എനർജി എന്ന് പറയുന്നത് പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഒരു ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, ഇ ഈസ് ഈക്വൽ ടു, ഇ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം. അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഡിഫറൻഷ്യൽ കണ്ടുപിടിച്ചാൽ ഡി ഈസ് ഈക്വൽ ടു എന്താണ്, ഡോ ഇ ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ പ്ലസ് ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു ഡി ടി ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഇ ബൈ ഡോ ആർ എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം, ഡോ ബൈ ഡോ ആർ ഓഫ് ഇ എന്ന് പറയുന്നത് യു പ്ലസ് ടി ഇൻറ്റു ഡി ആർ പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ഇക്ക് പകരം യു പ്ലസ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി നമുക്കിതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ ഡോ ഇ ബൈ ഡോ ആർ, ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ പ്ലസ് ഡോ ടി ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡി ടി പ്ലസ് ഡോ ടി ബൈ ഡോ ടി ഇൻറ്റു ഡി ടി. ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ഡോ യു ബൈ ഡോ ടി, ഈ ടേം 0 ആണെന്ന് നമുക്കറിയാം. എന്താ, ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു 0. ഇനി ഡോ ടി ബൈ ഡോ ടി ബൈ ഡോ ടി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ടി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് അല്ലേ. ടി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നമുക്ക് ഈ കൈനറ്റിക് എനർജിയെ എങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ അവിടെയും വെലോസിറ്റിയുടെ ടേംസ് ആണ് വരുന്നത്. ഡോ ടി ബൈ ഡോ ടി എന്ന് പറയുന്നത് അവിടെയും 0 ആണ്. അപ്പോൾ ഈ ടേമും നമുക്ക് എന്തായിട്ട് എഴുതാം, 0 ആയിട്ട് എഴുതാം. ദെൻ ഡി ഇ എന്ന് പറയുന്നത് ഡി ഇ ഈസ് ഈക്വൽ ടു ഡോ യു, നമുക്ക് എന്താ കിട്ടിയത്, ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ പ്ലസ് ഡോ ടി ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡി ഇ കിട്ടിയത്. ഡി ഇ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ പ്ലസ് ഡോ ടി ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഡോ വി ബൈ ഡോ ആറും ഡോ ടി ബൈ ഡോ ആറും എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്തുനിന്ന് ഡോ യു ബൈ ഡോ ആർ എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേറ്റീവ് അല്ലെ. അതിനെ നമുക്ക് എന്തെന്ന് പറയാം, മൈനസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. then force into dr plus then what is dou t by dou r, t is equal to half m v square അല്ലേ. v square എന്ന് പറയുന്നത് എന്താണ്, v is equal to v എന്ന് പറയുന്നത് r dot ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് ഹാഫ് എം വി സ്ക്വയർ ആണ് എന്ത്, ഡോ ടി ബൈ ഡോ ആർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2v into dou v by dou r എന്ന് എഴുതാം. ഓക്കെ, then that is equal to 2 cancel ആയി പോയാൽ m into v into dou v by dou r. then what is dou v by dou r, m into v into ഈ dou v by dou r നെ നമുക്ക് എന്ത് എഴുതാം,
ഡോ വി എ നമുക്ക് ഡോ ആർ ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ. ഓക്കെ, ആ രീതിയിൽ എഴുതാം. ഇനി ഇതിനെ സോറി, നമുക്ക് ഈ സ്റ്റെപ്പിന് മുൻപ് നമുക്ക് വേറൊരു കൺവേർഷൻ, ഈ വി എ നമുക്ക് എം ഇൻറ്റു വി എ ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാമല്ലോ. വെലോസിറ്റി എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ആ രീതിയിൽ എഴുതിയ എളുപ്പമുണ്ട്. ഇൻറ്റു ഡി വി ബൈ ഡി ആർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ഇതെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എം ഇൻറ്റു എ എന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. എം ഇൻറ്റു വി ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ. ഡോ വി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻഷ്യലാണ്. അപ്പോൾ ഇവിടെ പാർഷ്യൽ ആണെങ്കിൽ നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ആയിട്ട് കൊടുക്കാം, ഒരു ടേം അല്ലേ ഉള്ളൂ. ദെൻ ഡി വി ബൈ ഡി ആർ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ആക്സിലറേഷൻ എ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഡി ടി ബൈ ഡോ ടി ബൈ ഡോ വി ഓർ ഡി ടി ബൈ ഡി വി എന്ന് പറയുന്നത് എന്തായി? എം ഇൻറ്റു എ. അപ്പോൾ നമുക്കിതിനെ എന്ത് കൊടുക്കാം? എം ഇൻറ്റു എ ഇൻറ്റു ഡി ആർ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എഫ് പ്ലസ് എം ഇൻറ്റു നമുക്ക് എന്തെഴുതാം? ഡോ ആർ എന്ന് കൊടുക്കാം. പിന്നെ കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ആയിട്ട് എഴുതുവാണെങ്കിൽ ഡി ഇ ബൈ ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി, ഡി ഇ ബൈ ഡി ടി നമുക്ക് എന്ത് എഴുതാം? മൈനസ് എഫ് പ്ലസ് എം അല്ല എം എ, മൈനസ് എഫ് പ്ലസ് എം എ ഇൻറ്റു എന്തെന്ന് എഴുതാം? ഡി ആർ. ഓക്കെ, ഡി ആർ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ എഫ് പ്ലസ് എം എ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. ദെൻ മൈനസ് എഫ് പ്ലസ് എം എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡി ഇ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 0. ദാറ്റ് മീൻസ് എനർജി ഇ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്താ നമ്മൾ പറയാൻ പറ്റുന്നത്? ടൈം ഫ്ലോ യൂണിഫോം ആണെങ്കിൽ, അതായത് ഹോമോജീനിയസ് ഫ്ലോ ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതാണ് ലോ ഓഫ് കൺസർവേഷനിൽ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, ദെൻ സെക്കൻഡ് വൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് റൊട്ടേഷണൽ ഇൻവേരിയൻസ് ഓഫ് സ്പേസ്, and then law of conservation of energy is in accordance with homogeneity of time. Okay.